ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ഇടലുണ്ട്. എങ്കിലും വീഡിയോ എന്താ പറയുക, വ്ളോഗ് വീഡിയോസ് എടുത്തിട്ട് കുറേ കാലമായി. അപ്പം നമ്മളിന്ന് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വിചാരിച്ച്. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ട് എന്താ പറയണ്ടേന്നും കൂടി മറന്നുപോയി ഗായ്സ്. പറയായിച്ച എന്തെങ്കിലും ഒന്ന് പറയായിച്ച തുടങ്ങടി. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ ഞാനിപ്പോ ഉള്ള ദുബായിലാട്ടോ. വന്നിട്ട് ഒരു മാസം ആകാനായി. വരുമ്പോഴേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോ ഒക്കെ വീട്ടില് ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടില്ല. ഓരോ ഇതും കൊണ്ട് നാളെടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ആയി ഇപ്പൊ വീഡിയോസുകൾ എടുത്തിട്ട്. നാട്ടിൽ പോയിട്ടും കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും വീഡിയോ എടുക്കണം വിചാരിച്ചു, എപ്പോഴും പറ്റില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഇന്നത്തെ കാര്യം പറയാം. ഇന്ന് ഞങ്ങള് അല്ലയിലാണുള്ളത്. ഇപ്പൊ നമ്മൾ ദുബായിലേക്ക് പോവാണ്. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരു 10-20 ദിവസമൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഉമ്മച്ചീൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷെ ബാബുവിൻ്റെ കൂടെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും പോയില്ല. ഇന്നാണ് ഇപ്പം ഞാനും ബാബും കൂടി പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾ ചെറുതായി അതിലേക്ക് ഇങ്ങനെ കറങ്ങിയെന്നല്ലാണ്ട് ദൂരമൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ദുബായ് പോവാണ്. ഞാൻ വന്നതിൻ്റെ ശേഷം ഇതുവരെ ചിക്കുനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ലോ അവരൊക്കെ. അപ്പം നമ്മൾ ചിക്കുനെയും കൂടി കാണണം. പിന്നെ ഇങ്ങനെ ദുബായ് വെറുത്തൊന്നും ഇങ്ങനെ കറങ്ങി വരും. അത്രയേ ഉള്ളൂ. വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ ടൈം 3 മണിയായി. ഇപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. നമ്മളേതായാലും ഇങ്ങനെ പോകുമ്പോൾ ഒരു വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ ഇടയ്ക്ക് എടുക്കണം എന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ. കാരണം യൂട്യൂബ് നിർത്തിയിട്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ വീഡിയോ എവിടെ നിന്ന് തുടങ്ങണം, എന്താക്കണം എന്നൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് തീരെ വീഡിയോ എടുക്കഴിഞ്ഞാൽ. ഹായ് വാ, എനിക്കൊന്ന് പറയുക. എന്തൊക്കെയാണ് വിശേഷം? അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളിതാ ദുബായിലെത്താനായി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ദുബായി എത്തും. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാം. നമുക്ക് ഇവിടെ വീഡിയോ ഒക്കെ പോവാം. നമ്മൾ ദുബായിലെത്തി. നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഫ്യൂച്ചർ മ്യൂസിയം കാണാനായിട്ടാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയത് കേട്ടോ. നമ്മളങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ടൈം പോലെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്യൂച്ചർ മ്യൂസിയം നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കണ്ടിക്കുന്നതല്ലാണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ടിക്കറ്റ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റേറ്റും മുകളിലേക്ക് കയറേണ്ടതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ താഴത്തെ ഫ്ലോർ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയപ്പോൾ ഇവിടെ ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഫുള്ള് മയിലാണ്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ഫുള്ള് ഇങ്ങനെ ഒരു ഗാർഡൻ മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുള്ളും കുറേ മയിൽ, അതേപോലെ തന്നെ പ്രാവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മയിലിനെ നമ്മളിങ്ങനെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൊത്തുവോന്നറിയില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അയ്യോ നല്ല രസമുണ്ട്. ഇതൊരു ആൺമയിലാണ് അല്ലേ ചേട്ടാ? ആണ്. ഇങ്ങനെ പീലിയുള്ളത് ആൺമയിലാണല്ലോ. അപ്പം അയ്യോ നല്ല രസമുണ്ട്. അതെ, വലിയ പീലിയുണ്ട്. പക്ഷെ ഒന്ന് വിടർത്തിയാൽ നമുക്ക് കാണാമായിരുന്നു. ഫോണിൽ കണ്ടിരിക്കുന്നോ? ഇതെന്താണെന്നറിയോ? മയില്. ആ, അപ്പം ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇവിടെ 35 ദിർഹമായിട്ടാണ് ഇവിടെ പാർക്കിങ്ങിന് വരുന്നത്. അപ്പോൾ ബാബു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേ പ്രാവും ഉണ്ട് കേട്ടോ ഇവിടെ. മയിലിനെ കാണിച്ചുതരാം. കുറേ മയിലുണ്ട്. നമ്മൾ വരുന്ന വഴിയിലേ കണ്ടു. അതാണ്ടോ, ആഹാ, അവിടെ ഒരു മയിലുണ്ട്. പക്ഷെ അതൊരു ഗ്രേ കളർ മയിൽ. എന്താണെന്ന് അറിയില്ല. അയ്യോ ഒന്ന് പീലി വിടർത്തു. അയ്യോ ഇതൊക്കെ ഗ്രേ കളറാ.
തലഭാഗം നോക്ക്, ഗ്രീൻ കളർ. അവിടെ ഉണ്ട്. അപ്പൊ ഫീല് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ അത് നോക്കിക്ക. പക്ഷെ മയിലിനൊരു മൈൻഡില്ല. ഇസുബേബി എന്താ പറഞ്ഞേ? അവള് യൂട്യൂബില് കണ്ടിക്കുന്ന സാധനത്തിന്. ഫുള്ള് ഇങ്ങനെ നല്ല രസമുള്ള ഗാർഡൻ ആട്ടോ. ഫുള്ള് നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെ നമുക്ക് നടന്നു പോകുന്നതിന് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നതിന് ഞാൻ യാതൊരു കുഴപ്പമില്ല. പക്ഷെ വണ്ടി നിർത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയം കാണാനായിട്ട് പറ്റുന്നുണ്ട്, ബുർജ് ഖലീഫയും കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതാ ബുർജ് ഖലീഫ. മയിലിനെയൊക്കെ കണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഏകദേശം ആ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ തോന്നും കേട്ടോ. പുറത്തന്നെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അവ സച്ചിട്ടിനും കൂടി അതെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇസുമോളും കൂടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുക. വീഴല്ലേ വീഴല്ലേ. ആഹാ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ മ്യൂസിയം നമ്മൾ പോകുമ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത്ര അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പോയ കൈലയിലെ കയറുക. അയ്യോ ആരെ വന്നേ? ചിക്കാക്ക എവിടെയാ? അനക്ക് അയച്ചെന്നില്ല എനക്ക് വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ മ്യൂസിയത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അല്ലേ, നേരെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഫ്ലോറും പറ്റില്ല, മേലോട്ടേക്കും കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് വന്നതിൻ്റെ ശേഷമാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആരെങ്കിലും വരാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ വരണ്ട കേട്ടോ. ഇന്നെന്തായാലും ഇല്ല. ഇന്നില്ലല്ലോ. സന്തോഷമായില്ലായിരുന്നു. വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാം നമുക്ക്. ഇതേപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ സോഷ്യറ്റ് വരാം. അപ്പം ഇന്ന് ഏതായാലും പറ്റിയില്ല കേട്ടോ, കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ മ്യൂസിയം കാണാൻ വരുന്നവരുടെ മെയിൻ ഫോട്ടോ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോസ് അധികം എടുക്കാറ്. അതായത് ഈ മ്യൂസിയത്തിൻ്റെ ഏകദേശം ഒരു ഭാഗവും ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ മുന്നിൽ നിന്നാണ് അധികവും ഫോട്ടോസ് നമ്മൾ കാണാറ്. ഒക്കെ കാണാൻ വന്ന ആകെ കുളമായി. ഞങ്ങളിതാ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും വീക്കെൻഡിൽ ആരും വരാണ്ട് നിൽക്കണ്ടോ. ഈ വീക്കെൻഡ് മാത്രമല്ല, മുഴുവനും വീക്കെൻഡിൽ ഇവിടെ ഓപ്പൺ അല്ല എന്ന് അറിയാം. അപ്പോൾ നമ്മളേതായാലും ഇനി പോവുകയാണ്. ഇനിയിപ്പോൾ എങ്ങോട്ടാന്നൊന്നും അറിയില്ല. പോയി നോക്കണം. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഒരുപാട് ബ്ലോക്കായിരുന്നു കേട്ടോ. അന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്കായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കിലൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ബീച്ചിലൊന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് എങ്ങോട്ടേക്കും പോകാനായിട്ട് ഇന്ന് പറ്റൂല. അപ്പം നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലായിടത്തും തിരക്കായിരിക്കും. ടിക്കറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബീച്ചിലൊന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാട്ടോ. ഇവിടെ ഈ ഒരു ബീച്ചിൽ ഫുള്ളായിട്ട് ബിൽഡിംഗ് ആട്ടോ. ഒരു സൈഡ് ഫുള്ളായിട്ട് ബിൽഡിംഗ് ആണ്. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആണ്. രാത്രിയിൽ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗി. ഒരിക്കലും അപ്പോൾ നല്ല ഭംഗിയാണ് രാത്രിയിൽ കാണാനായിട്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാണാനായിട്ട് രാത്രി ഭയങ്കര അടിപൊളിയാട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എങ്കിലും ഇപ്പോൾ ഇവിടെ UAE ഇപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇന്ന് തണുപ്പുണ്ട്, കാറ്റൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല ഉയരമുള്ള കുറേ ഒരേപോലെയുള്ള ബിൽഡിങ്. നല്ലൊരു ബീച്ചാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അന്ന് നല്ല കാറ്റടിച്ച് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് ഇവർക്ക് ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്.
നല്ല തണുപ്പാണ്. സച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ശരിയൊന്നും ക്ലിയറില്ല. തണുപ്പുണ്ടാ? മോളെ തല തണിയണ്ടേ? ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആണ് ഇപ്പോൾ. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഒന്ന് കാണാതെ വിചാരിച്ചിട്ട് വന്നതാണ്. ഓ തല കറങ്ങും. ഇതൊക്കെ പോണതൊക്കെ എന്ത് ഹൈറ്റിലാണ്. ഒരൊറ്റ വരെ വയ്ക്കില്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്ന് ഇതാ നമ്മളിവിടെ എത്തി. പിന്നെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. Ciao alla casoria, ciao alla casoria. Thank you. You're welcome to day.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു വീക്കെൻഡ്, ഇങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.